ഹായ് ഹലോ. ഏപ്രിൽ 2024 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവർക്കും PSC വിന്നർ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, പക്ഷികളും ഒരു മനുഷ്യനും എന്ന് പറയുന്ന ജീവചരിത്രം, പഞ്ചായത്ത് രാജ് ദിനം, ഇതൊക്കെ ബ്രീഫായിട്ട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് ദേശീയ പഞ്ചായത്ത് രാജ് ദിനത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി മനസ്സിലാക്കാൻ പോകുന്നത് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്തി രാജ് ദിനം ആചരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജാണ് 24 ഏപ്രിലിന് പഞ്ചായത്ത് രാജ് ദിനം ആചരിക്കുന്നത്. 1993 73ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ്. അതായത് 1993 കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയുടെ 73ാമത് അമെൻമെൻറ്റ് പ്രകാരമാണ് പഞ്ചായത്ത് രാജ് ദിനം ആചരിക്കാനായിട്ട് നടപടിയെടുത്തത്. ലോക്സഭയിൽ ഈ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ബില്ല് 22 ഡിസംബർ 1992 പാസ്സാവുന്നത്. ലോക്സഭയിൽ 1992 ഡിസംബർ 22 പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ബില്ല് പാസ്സാകുന്നത്. അപ്പോൾ രാജ്യസഭ എന്നായിരിക്കും പാസ്സാക്കിയത്? തൊട്ടടുത്ത ദിവസം തന്നെ 23 ഡിസംബർ 1992. അതിനുശേഷം എന്ത് ചെയ്തു? 17 സ്റ്റേറ്റ് അസംബ്ലികളിൽ അപ്രൂവൽ ചെയ്തു. അതായത് 17 സംസ്ഥാനങ്ങളിലേക്ക് എന്ത് ചെയ്തു? ഇത് അപ്രൂവൽ 17 സ്റ്റേറ്റ് അസംബ്ലികളിൽ നിന്ന് ലഭിച്ചു. പ്രസിഡൻറ്റ് ഒപ്പുവെക്കുന്നത് 23 ഏപ്രിൽ 1993. 1993 ഏപ്രിൽ 23 പ്രസിഡൻറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് പഞ്ചായത്ത് രാജ് ദിനവുമായി ബന്ധപ്പെട്ട ബില്ലിൽ ഒപ്പുവെക്കുന്നത്. ഈ ആക്ട് നിലവിൽ വന്നത് ആ ദിവസമാണല്ലോ നമ്മൾ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. അതായത് ഏപ്രിൽ 24 ഏപ്രിൽ 24 എന്ത് ചെയ്യുന്നത്? എല്ലാ വർഷവും പഞ്ചായത്ത് രാജ് ദിനം ആചരിക്കുന്നത്. ഈ ആക്ട് നടപ്പിൽ വന്ന വർഷം 24 ഏപ്രിൽ 1993. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ കൂട്ടുകാർ, ഏത് സർക്കാരിൻ്റെ കാലത്താണ് ഈ പഞ്ചായത്തി രാജ് ദിനം അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതി ചെയ്യുകയും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം പഞ്ചായത്തി രാജ് ദിനം ആചരിക്കാനായിട്ട് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് ഭേദഗതി ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ 73rd അമെൻമെൻ്റ് ആയിട്ട് ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് സർക്കാരിൻ്റെ കാലത്താണ്? നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ ഭേദഗതി ചെയ്തതും പഞ്ചായത്തി രാജ് ദിനം നിലവിൽ വന്നതും. അപ്പോൾ ഈ പഞ്ചായത്തി രാജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെന്ന് പറയും? നരസിംഹറാവു എന്നങ്ങ് എഴുതി വെച്ച് കളയരുത്. നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അല്ലെ, ഫാദർ ഓഫ് പഞ്ചായത്ത് രാജിന് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എഴുതുന്നത്? ആരുടെ പേര് എഴുതും? ബൽവന്ത് റായ് മേത്തയാണ് ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻ ഇന്ത്യ. ആരാണ്? ബൽവന്ത് റായ് മേത്ത. ഓക്കെ. അടുത്തത് ലോക മലേറിയ ദിനം. ഏപ്രിൽ 25 എല്ലാ വർഷവും ഏപ്രിൽ 25 ലോക മലേറിയ ദിനം ആചരിക്കുന്നത്. 2024 ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ഇൻ്റർനാഷണൽ കിരീടം നേടിയ മലയാളിയാണ് മാവേലിക്കര സ്വദേശിയായ കെസിയ. മിസ് ടീൻ ഇൻ്റർനാഷണൽ കിരീടം നേടിയ മലയാളി 2024 ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ മാവേലിക്കര സ്വദേശിനിയായ കെസിയ. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് റൊമാനിയ. അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഓർത്തിരിക്കണം, ദുബായിയാണ് അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 2024 ഏപ്രിൽ അന്തരിച്ച ഉണ്ണി ആറന്മുള ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംവിധായകനാണ്. അടുത്തിടെ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യമാണ് കുവൈറ്റ്. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അമ്പിത്തറയിലാണ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് അടങ്ങ് മലയാളി, ഓർത്തിരിക്കണം, അടങ്ങ് മലയാളി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഉണ്ണി ആറാണ്. ട്രാവൻകൂർ ക്ലബ്ബ് ഏർപ്പെടുത്തിയ ട്രാവൻകൂർ ശ്രീ പുരസ്കാരം ലഭിച്ച കവിയും ഗാനരചയിതാവുമായ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ്
വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. ലോക കരൾ ദിനം ഏപ്രിൽ 19-നാണ്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ആവുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഗോപി തോട്ടുകരയാണ് ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ആകുന്നത്. ഇനി ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് 2024. അപ്പോൾ ഈ ചിത്രത്തിൽ എന്തിനെക്കുറിച്ചായിരിക്കും പറയുന്നത്? അതായത് 2024 ഏപ്രിൽ പുറത്തു വന്ന യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. അപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടാണ്. ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ചൈനയെ പിന്തള്ളി ഇന്ത്യ 1-ാം സ്ഥാനത്ത്. ഇന്ത്യയിലെ ജനസംഖ്യ 144.17 കോടിയാണ്. 2-ാം സ്ഥാനത്ത് ചൈനയുടെ ജനസംഖ്യ 142.5 കോടി. ഇന്ത്യൻ നാവികസേനയുടെ അടുത്ത മേധാവിയായി നിയമിതനാകുന്നത് ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യൻ നാവികസേനയുടെ അടുത്ത മേധാവിയായി നിയമിതനാകുന്ന വ്യക്തി. ലോക പൈതൃക ദിനം എല്ലാ വർഷവും ഏപ്രിൽ 18-നാണ് ആചരിക്കുന്നത്. 2024 ലോക പൈതൃക ദിനത്തിൻ്റെ പ്രമേയം ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് 2024 ലോക പൈതൃക ദിനത്തിൻ്റെ പ്രമേയം. ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി. എന്താണ് ഈ ലോക പൈതൃക ദിനം? നമ്മൾ പറഞ്ഞു ഏപ്രിൽ 18-ന് അന്തർദേശീയമായി ലോക പൈതൃക ദിനം ആചരിക്കുന്നു. ഇൻ്റർനാഷണൽ ഡേ ഫോർ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഇൻ്റർനാഷണൽ ഡേ ഫോർ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് എന്നും ലോക പൈതൃക ദിനത്തെ അറിയപ്പെടുന്നു. 1983 നവംബറിൽ യുനെസ്കോയാണ് ഈ പൈതൃക ദിനം ആചരിക്കാനായിട്ട് തീരുമാനമെടുത്തത്. ആരാണ്? യുനെസ്കോയാണ് തീരുമാനമെടുത്തത്. ഈ ദിവസം സ്മാരകങ്ങളുടെയും പാരമ്പര്യ ഇടങ്ങളുടെയും അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി. എന്തിൻ്റെയൊക്കെയാണ്? സ്മാരകങ്ങളുടെയും പാരമ്പര്യ ഇടങ്ങളുടെയും അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കാനായിട്ട് തുടങ്ങി. അടുത്തത് നമ്മളൊരു പുസ്തകമാണ് കാണുന്നത്. ആ പുസ്തകത്തിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പക്ഷികളും ഒരു മനുഷ്യനും, ഇന്ദുചൂടൻ്റെ ജീവിതം, സുരേഷ് ഇളമൻ. ഇത്രയും കാര്യം ആ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധ്യമാകും. അപ്പോൾ ആ ചിത്രത്തിൽ പക്ഷികളും ഒരു മനുഷ്യനും, ഇന്ദുചൂടൻ്റെ ജീവിതം, സുരേഷ് ഇളമൻ. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? അതായത് KK നീലകണ്ഠൻ്റെ ജീവിതം ആസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ് സുരേഷ് ഇളമൻ. അപ്പോൾ ഈ KK നീലകണ്ഠൻ്റെ തൂലികാനാമമാണ് ഇന്ദുചൂടൻ. ഇന്ത്യയിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായിരുന്നു ഈ ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന KK നീലകണ്ഠൻ. അദ്ദേഹം 1992 ജൂൺ 14-ന് മരണപ്പെട്ടു. കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനായിട്ടാണ് ഈ KK നീലകണ്ഠനെ കരുതപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമാണ് കേരളത്തിലെ പക്ഷികൾ എന്നുള്ളത്. ഓക്കെ, അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾസ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഉക്രൈനിലാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം നിങ്ങൾക്കറിയാം, കുറേ നാളുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 2024 ഏപ്രിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞനാണ് KG ജയൻ. എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണൽ ACA പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ട്. യുഎസിലെ അറ്റ്ലാന്റയിലുള്ള ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ വിമാനത്താവളമാണ് നമ്മുടെ ഡൽഹിയിലുള്ള ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. സമ്മതിദായകർക്ക് വേണ്ടി ആദ്യമായി കൈപ്പുസ്തകം പുറത്തിറക്കിയ തിരഞ്ഞെടുപ്പാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ്. അടുത്തിടെ അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ഓർമ്മക്കുറിപ്പ്. അലക്സി നവൽനിയെ കൊന്നതായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലേ?
വ്ളാഡിമിർ പുടിൻ്റെ ചാരന്മാർ ചെയ്തതായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പ്രതിപക്ഷ നേതാവായ അലക്സി നവൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയറ്റ്. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസഡറാണ് സഞ്ജന സംഘി. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപം തെളിയിച്ച ഗ്രീക്ക് നടിയാണ് മേരി മിന. ലോകത്തിലെ ഏറ്റവും വലിയ കായികോത്സവത്തിൻ്റെ ജന്മദേശമായ ഗ്രീസിലെ ഒളിമ്പിയയിൽ വെച്ചാണ് ദീപം തെളിച്ചത് അല്ലേ. ഒളിമ്പിക്സ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കായികോത്സവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജന്മദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ ഗ്രീസാണ്. ആ ഗ്രീസിലെ ഒളിമ്പിയയിൽ വെച്ചാണ് ദീപം തെളിയിച്ചത്. അപ്പോൾ ഈ 2024 പാരീസ് ഒളിമ്പിക്സ് നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെയൊക്കെ മനസ്സിലാക്കിയതാണ്. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് 30ാമത്തെ ഒളിമ്പിക്സ് ആണ് നടക്കുന്നത്. 30ാമത്തെ ഒളിമ്പിക്സ്. അപ്പോൾ ഇതൊരു സമ്മർ ഒളിമ്പിക്സ് ആണ് അല്ലേ. ഇതിപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ കാര്യം പറഞ്ഞു. എന്നാൽ തൊട്ട് മുമ്പ് 4 വർഷം കൂടുമ്പോഴാണല്ലോ ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോൾ ഈ 2020 സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനിലെ ടോക്കിയോ ആണ്. ഓർത്തിരിക്കണം. ഇനി അടുത്തത് വരാൻ പോകുന്ന സമ്മർ ഒളിമ്പിക്സ്, അതായത് 2024 കഴിഞ്ഞാൽ വരാൻ പോകുന്ന സമ്മർ ഒളിമ്പിക്സ് 2028 അതിൻ്റെ വേദി ലോസ് ഏഞ്ചൽസ് ആണ്. US ഈ ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ്. ഇനി വിൻ്റർ ഒളിമ്പിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ US സ്റ്റേറ്റിലെ ലോസ് ഏഞ്ചൽസ് ആണെന്ന് പറഞ്ഞു. ഇനി വിൻ്റർ ഒളിമ്പിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ 2022 നടന്നു. അത് ബെയ്ജിങ് ആയിരുന്നു. ചൈനയിലെ ബെയ്ജിങ്ങിലാണ്. ഇനി 2026 നടക്കുന്നുണ്ട് വിൻ്റർ ഒളിമ്പിക്സ്. അത് മിലാനോ കോർട്ടിയാനോ. ഈ മിലാനോയും കോർട്ടിയാനോയും എവിടെയാണ്? ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്താണ്. ഇത് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ കറണ്ട് അഫേഴ്സ് വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്ലാസ് തൊട്ട് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്കായി പ്രക്ഷേപണം ചെയ്യുന്നതാണ്. എല്ലാവരും PSC വിന്നർ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വളരെയധികം നന്ദി. ഹായ്, ഹലോ. ഏപ്രിൽ 2024 കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട 2ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്.